വെൽക്കം ടു മൈ ന്യൂ ക്ലാസ്. പോർട്സിഗൽ വെബ് സെക്യൂരിറ്റി അക്കാഡമിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലാബാണ് നമ്മൾ ഇന്നിവിടെ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ സെർവർ സൈഡ് വൾണറബിലിറ്റീസിൽ വരുന്ന കുറച്ച് ലാബ്സ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലാബ് പാത്ത് ട്രാവേഴ്സൽ സിംപ്ലിക്കേസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് വീഡിയോ. അത് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അടുത്തതാണ് ആക്സസ് കൺട്രോൾ. അപ്പോൾ ആക്സസ് കൺട്രോളിൽ വരുന്നതാണ് അടുത്ത ലാബാണ് അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ ഫംഗ്ഷനാലിറ്റി. അപ്പോൾ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു വെബ്സൈറ്റിലോട്ടോ ഒരു ആപ്പിലോട്ടോ ഒരു യൂസറെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ അതിന് ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യും, അതായത് ഓതൻറ്റിക്കേഷൻ ചെയ്യും. നോ യുവർ ഐഡൻറ്റിറ്റി ആണ് ഇതിൻ്റെ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ authentication is used to verify the identity of a person. അപ്പോൾ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ജിമെയിൽ അക്കൗണ്ട് ആണെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് അടിച്ചതിന് ശേഷം അത് ആ പേഴ്സൺ ആണെന്ന് ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സസ് കിട്ടി. ഇപ്പോൾ ഓതൻറ്റിക്കേഷൻ കഴിഞ്ഞ ശേഷമാണ് ഓതറൈസേഷൻ ചെയ്യുക. അപ്പോൾ ഈ ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസറിന് എന്തൊക്കെ പെർമിഷൻസ് ആണ് അതിൽ ഉള്ളത് എന്ന് വെരിഫൈ ചെയ്താണ് ഓതൻറ്റിക്കേഷൻ. അപ്പോൾ ആക്സസ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആക്സസ് എന്താണോ ആക്ഷൻ അതിൽ ചെയ്യാനായിട്ട് പോകുന്നത് അത് കൺട്രോൾ ചെയ്യുന്നതാണ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ഒരു ലാബാണ് അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ ഫംഗ്ഷനാലിറ്റി. ഇതിൻ്റെ വേർഡ് മീനിങ് തന്നെ നമുക്ക് മനസ്സിലാവും. അഡ്മിൻ്റെ ഫംഗ്ഷനൊന്നും കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് ഒരു യൂസർ കയറിയാലും അഡ്മിൻ കയറിയാലും അഡ്മിൻ്റെ പേജ് ആക്സസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു വൾണറബിലിറ്റി ആയിരിക്കും ആ ഒരു വെബ്സൈറ്റിൻ്റെ. അപ്പോൾ യൂസർ കയറുമ്പോൾ അഡ്മിൻ്റെ വെൽക്കം പേജിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഓരോ യൂസേഴ്സിനും അഡ്മിൻ പാനലിൽ കയറി ഏതൊക്കെ യൂസേഴ്സ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ യൂസർ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ആക്സസ് കിട്ടുന്നതാണ് ഈ ഒരു വൾണറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഏത് വെബ്സൈറ്റ് ആണെങ്കിലും ആപ്പ് ആണെങ്കിലും അഡ്മിന് കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ വൾണറബിൾ ആവാതെ ആ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലാബാണ് അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്ന ലാബ്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ദിസ് ലാബ് ഹാസ് എൻ അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ പാനൽ സോൾവ് ദ ലാബ് ബൈ ഡിലീറ്റിംഗ് ദ യൂസർ കാർലോസ്. അപ്പോൾ ഈ ആക്സസ് ദ ലാബ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലാബ് ആക്സസ് ആവും. ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലാബിൽ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും ഹോം മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് കാർട്ടാണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സൊല്യൂഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് പറഞ്ഞിരിക്കുന്നത് അഡ്മിൻ പാനൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഇത് ചെയ്ത് നോക്കാം. ഒരു സ്ലാഷ് അടിച്ച് അഡ്മിൻ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിനിലോട്ട് പോകുന്നില്ല. അടുത്തത് നമുക്ക് robots.txt കൊടുത്ത് ഇതേപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. robots.txt ഇത് ഡിസല്ലോ യൂസർ ആജൻ ഡിസല്ലോ, അതായത് അഡ്മിനിസ്ട്രേറ്റർ പാനലിലോട്ട് നമുക്ക് ആക്സസ് കിട്ടുന്നതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് കോപ്പി ചെയ്ത് ഈ robots.txt മാറ്റിയിട്ട് നമുക്കിവിടെ അഡ്മിനിസ്ട്രേറ്റർ പാനൽ എന്ന് കൊടുക്കാം. എന്നിട്ട് എൻ്റർ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി നമുക്ക് അഡ്മിൻ പാനലിൻ്റെ ആക്സസ് കിട്ടി. ഏതൊക്കെ യൂസേഴ്സ് ആണോ ഉള്ളതെന്ന് ഈ ഒരു പാനൽ നോക്കി കാണാനായിട്ട് പറ്റും. നമുക്ക് ലാബ് പറഞ്ഞിരിക്കുന്നത് കാർലോസ് എന്ന് പറയുന്ന ഒരു യൂസറിനെ ഡിലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഡിലീറ്റ് കാർലോസ്, യുവർ യൂസർ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ കൺഗ്രാജുലേഷൻ, യു സോൾവ് ദ ലാബ്. എത്രയാണുള്ളത്? അഡ്മിൻ ഫങ്ഷൻസ് പ്രോപ്പറായി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏത് യൂസറിനും അഡ്മിൻ പാനലിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ആക്സസ് കിട്ടും, ഫുൾ കൺട്രോൾ കിട്ടും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൾണറബിലിറ്റി ആണ്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ വാട്ട്സ്ആപ്പിൽ ഒരു അക്കൗണ്ട് എടുത്ത് അതിലേക്ക് ഈ ഒരു ലാബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു.